ജിലേബി അതുക്കാക്കുന്നതാ? അതമ്മ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ജിലേബിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിക്ക് 1 കപ്പ് ഉഴുന്നും 1 കപ്പ് പച്ചരിയും എടുത്തിട്ടുണ്ട്. രണ്ടും 2 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു രൂപത്തിലാണ് മാവ് വേണ്ടത്. എന്നിട്ട് അതിലേക്ക് വേണ്ട കളറും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്ന് സെറ്റായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം വേറൊരു പാൻ എടുത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് പഞ്ചസാര ലായനി ഉണ്ടാക്കുക. നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ അളവില് ഏലക്കായി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് ഈ ഒരു രൂപത്തിലായതിനു ശേഷം പഞ്ചസാര ലായനി ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. വേറൊരു പാൻ എടുത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ചിരട്ട നന്നായി കഴുകി അതിൻ്റെ ഉള്ളിൽ നല്ലോണം ക്ലീൻ ചെയ്ത് ഓൾസുവാക്കി ഇതുപോലൊന്ന് നമ്മുടെ മാവ് ഒഴിച്ച് ഇതുപോലൊന്ന് ജിലേബി ചുട്ടെടുക്കാം. 2 സൈഡും കുക്കായതിനു ശേഷം പഞ്ചസാര ലായനിലേക്ക് 2 ഭാഗവും ഒന്ന് മുക്കിയെടുക്കുക. നമ്മുടെ അടിപൊളി ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ಅದು ಇಷ್ಟ